ഒരു മലയാളി എന്ന രീതിയിൽ നിന്നുകൊണ്ടല്ല ഞാൻ പ്രേക്ഷകരോട് ഈ കാര്യം പറയുന്നത്. കഴിഞ്ഞ ദിവസം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഏകദിന ടൂർണമെൻറ്റിലെ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിൽ നമുക്ക് വിഷമമൊന്നുമില്ല. 15-അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. സഞ്ജു സാംസൺ എന്ന പേരില്ല. ഇത് ഞാൻ പറയുന്നത് മലയാളി ആയതുകൊണ്ടോ ഇത് മനഃപൂർവ്വം സഞ്ജു എന്ന പേര് ഇതിനകത്ത് കൊണ്ടുവരാനോ വേണ്ടിയിട്ടൊന്നുമില്ല. ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവർക്ക്, ക്രിക്കറ്റ് മനസ്സിലാക്കുന്നവർക്ക് ഇത് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് സഞ്ജുവിൻ്റെ പേര് ഇതിനകത്ത് ഇല്ല എന്നുള്ളത് പറയുന്നത്. എന്തായാലും ഞാൻ ആ സ്ക്വാഡ് ആദ്യം വായിക്കാം. ശുഭ്മൻ ഗിൽ പരിക്കിലാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ശുഭ്മൻ അല്ല ക്യാപ്റ്റൻ ചെയ്തത്. ക്യാപ്റ്റൻ ചെയ്തത് KL രാഹുലാണ്. KL രാഹുൽ ക്യാപ്റ്റൻസിയിൽ നിൽക്കുന്നു. ബാക്കിയുള്ള ടീം അംഗങ്ങളെ വായിക്കാം. രോഹിത് ശർമ്മ ആണ് ഓപ്പണർ. യശസ്വി ജയ്സ്വാളാണ് രോഹിത്തിനൊപ്പം ഓപ്പണിംഗ് ചെയ്തത്. അതിനകത്ത് വലിയ തർക്കമോ കാര്യങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല. വിരാട് കോഹ്ലിയാണ് ഇന്നർ 3-ൽ വരുന്നത്. 4-മതായി തിലക് വർമ്മ എത്തുന്നു. KL രാഹുൽ ആണ് ക്യാപ്റ്റൻ പ്ലസ് വിക്കറ്റ് കീപ്പർ. സപ്പോർട്ടിംഗ് വിക്കറ്റ് കീപ്പറായിട്ട് അതായത് ഋഷഭ് പന്താണ് നിൽക്കുന്നത്. വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, നിതീഷ് റെഡ്ഡി, ഋതുരാജ് ഗേക്വാദ്, പ്രസിദ്ധ് കൃഷ്ണ, അർഷ്ദീപ് സിംഗ്, ധ്രുവ് ജുറൈൽ. ഇനി ഞാൻ വായിക്കാൻ പോകുന്നൊരു പേരാണ് ഹർഷിത് റാണ. ഹർഷിത് റാണ ഗംഭീറിൻ്റെ വലങ്കയാണല്ലോ. അതുകൊണ്ട് ഹർഷിത് റാണ ഈ ടീമിൽ ഇല്ലെങ്കിലാണ് പ്രശ്നം. ഹർഷിത് റാണ എന്തായാലും ഉണ്ടാവും. ഹർഷിത് റാണ മോശം ഫോമിലാണോ, ഹർഷിത് റാണ മികച്ച കളിക്കാരനാണോ, ഹർഷിത് റാണ മികച്ചതായി കളിച്ചില്ലെങ്കിലും ഗംഭീറിൻ്റെ ടീമാണോ, ഹർഷിത് റാണ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഹർഷിത് റാണ ഉണ്ടാവുന്നോ ഇല്ലയോ ഉൾപ്പെടെയുള്ളത് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. വൈ ഹർഷിത് റാണ? എന്തിനാണ് ഹർഷിത് റാണ ഇങ്ങനെ ബാക്ക് ചെയ്യുന്നതെന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും. ഞാൻ പറയാൻ വരുന്നത് സഞ്ജു എന്ന വ്യക്തിയെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നുള്ള സ്വാഭാവികമായ ചോദ്യമാണ്. വൈ ഇസ് ഋഷഭ് പന്ത് ഹിയർ? എന്തുകൊണ്ടാണ് ഋഷഭ് പന്തിന് ഈ സ്ക്വാഡിൽ നിൽക്കുന്നത് എന്നൊരു ചോദ്യം നിൽക്കട്ടെ. ഞാൻ എന്തായാലും ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഈ പോസ്റ്റിന് താഴെ വന്നൊരു ടോപ്പ് കമൻ്റ് ഉണ്ട്. ഞാൻ അത് വായിക്കാം. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു മലയാളി വികാരമല്ല. ഇത് സാധാരണയായി ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ, ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന പ്രേക്ഷകർക്കിടയിൽ ഇത് വളരെ വലിയൊരു തരംഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സഞ്ജു. ഇപ്പോൾ സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സ് സ്ക്വാഡിലേക്ക് പോയത് ആഘോഷമാക്കിയ ചെന്നൈ നമ്മൾ കണ്ടു. ഇതൊരു വികാരത്തെക്കാൾ ഉപരി ഒരു ക്രിക്കറ്റ് പ്ലെയർക്ക് കിട്ടേണ്ട സ്വാഭാവികമായ ഒരു സ്ലോട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ബീയിങ് സഞ്ജു സാംസൺ ഇസ് നോട്ട് ഈസി എന്നുള്ളത് ഓരോ ദിവസവും അടിവരയിട്ട് പറയുന്നത്. സഞ്ജു തന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ലേ, സഞ്ജു മോഹൻലാൽ സാംസൺ, ചിലപ്പോൾ ഞാനൊരു നായകനാവും, ചിലപ്പോൾ ഞാൻ വില്ലനാവും, ചിലപ്പോൾ ഞാനൊരു ജോക്കർ വരെ ആകാം എന്ന് പറയുമ്പോൾ ബീയിങ് സഞ്ജു സാംസൺ ഇസ് നോട്ട് ഈസി. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ടീമിൽ ഇടനേടുന്നെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. എന്തായാലും ഞാൻ ആ ടോപ്പ് കമൻറ്റ് വായിക്കാം. ആ കമൻറ്റ് ഇട്ടിരിക്കുന്നത് വിമൽ കുമാറാണ്. ആ വിമൽ കുമാറിൻ്റെ കമൻറ്റിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഒരുപാട് പ്രേക്ഷകർ രംഗത്തെത്തുന്നത്. അത് സഞ്ജു സാംസണിനെ കുറിച്ചാണ് വിമൽ കുമാർ പറയുന്നത്. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഓരോ വാക്കുകളും വളരെ വിലപ്പെട്ടതാണ്, എല്ലാം ഫാക്റ്റുകളാണ്. സഞ്ജു സാംസൺസ് ലാസ്റ്റ് ODI കെയിം ഇൻ ഡിസംബർ 2023. നമുക്കറിയാം 2023 ഡിസംബർ അവസാനത്തിൽ സഞ്ജുവിൻ്റെ ഒരു നോക്ക് ഉണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 108 റൺസായിരുന്നു ആ നോക്ക്. ആ കളിയിൽ നിന്ന് അദ്ദേഹം പ്ലെയർ ഓഫ് ദ മാച്ച്, മാൻ ഓഫ് ദ മാച്ചും കൂടിയായി. Since then, he hasn't played another ODI nor even made the 15-man squad as a reserve wicket keeper. ആ ഒരു 108 റൺസ് നമ്മൾ ഈ ക്രിക്കറ്റ് ഒരു 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 വല്ലാത്ത കളിയാണ്. ഒരു ജിക്സോ പസിലിനേക്കാളും വലിയ ജിക്സോ ആണ് ഈ ക്രിക്കറ്റിൽ നടക്കുന്നത്. ഒരു സെഞ്ചുറി നേടി മാൻ ഓഫ് ദ മാച്ചായ പ്ലെയർക്ക് പിന്നീട് ഏകദിനത്തിൽ സ്ഥാനം കിട്ടിയിട്ടില്ലെന്നേ. അതിനെപ്പറ്റിയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ഇന്ത്യസ് നെക്സ്റ്റ് ODI സീരീസ് വാസ് അഗെയിൻസ്റ്റ് ശ്രീലങ്ക ഇൻ ഓഗസ്റ്റ് 2024. 2023 ഡിസംബറിന് ശേഷം 2024 ഓഗസ്റ്റിലാണ് ഇന്ത്യ പിന്നീട് ഒരു ഏകദിന മത്സരം കളിക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരെയാണ്. അതിൽ ഋഷഭ് പന്ത് ഗോട്ട് ദ സെഞ്ചുറി ടൈപ്പ് ഇന്നിങ്സ് ദോ ഹി മാനേജ്ഡ് ഓൺലി 6 റൺസ്. അതായത് 6 റൺസാണ് ഋഷഭ് പന്ത് അതിൽ നിന്ന് നേടിയത്. അറ്റ് ദ 2025 ചാമ്പ്യൻസ് ട്രോഫി പന്ത് വാസ് അഗെയിൻ ഇൻ ദ സ്ക്വാഡ് വിത്ത് രാഹുൽ വൈൽ സഞ്ജു വാസ് ലെഫ്റ്റ് ഔട്ട്. ചാമ്പ്യൻസ് ട്രോഫിയും എന്താ നടന്നതെന്നുള്ളത് നമുക്കറിയാം. സഞ്ജുസ് റീസെൻറ്റ് ODI സ്കോർസ് എന്ന് പറയുന്നത് 108, 12, 51 റൺസ് എന്നുള്ളതാണ്. അതായത് അവസാനത്തെ 3 ഏകദിനം ഋഷഭ് പന്ത് വേഴ്സസ് സഞ്ജു സാംസൺ എന്ന സ്ക്വാഡ് നമ്മൾ എടുത്താൽ 108, 12, 51, ഒരു സെഞ്ചുറി, ഒരു അർദ്ധ സെഞ്ചുറിയും സഞ്ജുവിൻ്റെ പേരിൽ 3 കളികൾക്കിടയിലുണ്ട്. ഇനി ഋഷഭ് പന്തിൻ്റെ എന്താണ്? 6, 10, 15, ഒരു 30 പോലുമില്ല, ഒരു 20 പോലുമില്ല. 6, 10, 15 ഇത് 3-മാണ് ഋഷഭ് പന്തിൻ്റെ അവസാനത്തെ 3 ഏകദിനത്തിൽ നിന്നുള്ള സ്കോർ. In the recent Australian ODI series, Pant was injured and the selector surprisingly gave Sanju a reserve keeper role again alongside Rahul, also calling up Dhruv Jurel. പന്തിന് ഒരു അവസരം കിട്ടി, അതായത് പന്തിന് പരിക്ക് കിട്ടിയത് കൊണ്ട് മാത്രം പന്തിനെ മാറ്റി നിർത്തുമ്പോഴേക്കും സഞ്ജുവിന് അവസരം കൊടുക്കുന്നു. റിസർവ് കീപ്പറായിട്ട് കൂടെ ധ്രുവ് ജുറലിനെയും കൂടെ കൊണ്ടുവരികയാണ്. KL രാഹുലാണ് കീപ്പർ, കൂടെ റിസർവ് കീപ്പറായിട്ട് സഞ്ജുവും ധ്രുവ് ജുറലും വരുന്നു. സ്റ്റിൽ
Sanju averaging around 56 and strike rate around 100 remains outside the second string ODI team, especially with Rohit and Kohli still in the mix and every match a World Cup trial. ഇപ്പം രോഹിത്തും കോഹ്ലിനെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ. രോഹിത്തും കോഹ്ലി എന്തിനാണ് ഇപ്പോഴും ടീമിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നുള്ള ചോദ്യമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ദേ ആർ ലെജൻഡ്സ്. അവർക്ക് ഏത് കളി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അത്ഭുതകരമായി വരാവുന്നുള്ള രണ്ട് പ്ലെയേഴ്സ് തന്നെയാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും. അവർക്ക് 2 ചാൻസ് കൂടുതൽ കൊടുത്ത് ഔട്ടായി പോയാലും അവർ മൂന്നാമത്തെ മാച്ചിൽ അവർ തെളിയിക്കും. അങ്ങനൊരു സാഹചര്യമുണ്ട്. അതൊരു ഉറപ്പാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. പന്തിനോ ജുറേലിനോ നമുക്ക് ആ ഒരു ഉറപ്പില്ല. ആ കോൺഫിഡൻസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പശ്ചാത്തലം. ഒരാൾ അയാളുടെ ആവറേജ് കൊണ്ടും അയാളുടെ സ്ട്രൈക്ക് റേറ്റ് കൊണ്ടും അയാളുടെ റീസെൻ്റ് ODI സ്കോർസ് കൊണ്ടും പോലും അയാൾക്ക് ടീമിൽ സ്ഥാനം കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ്? ക്യാപ്റ്റന് കുഴപ്പമാണോ? കോച്ച് ഗംഭീറിൻ്റെ പ്രശ്നമാണോ? അറിയില്ല. ആരോടാ ചോദിക്കുക? നമുക്ക് ചർച്ച ചെയ്യാനല്ലാതെ വേറൊന്നും ഇതിൽ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് 2020 സൈഡ് നമ്മൾ ODI വിട്ടിട്ട് ഇൻ ദ T20 സൈഡ് Gill's vice captaincy and opening slot have pushed Sanju lower down the order. അത് നമുക്കറിയാം. ഇപ്പോൾ ഗില്ല് വരുന്നതോടുകൂടി സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് സ്ലോട്ട് അവിടെ നിന്ന് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. The lower middle now spot looks nice for Jitesh Sharma. Pant is expected to perform this ODI, likely earning a T20 World Cup slot and further eclipsing Sanju. As always, Sanju faces it with an innocent smile, no complaints, no drama. Being Sanju Samson isn't easy. It feels like പ്ലെയിൻ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതാണ് ഈ കോമൻറ്റിൻ്റെ കാര്യത്തിന് പിന്നിലുള്ളൊരു ചോദ്യം. ഇതിനകത്ത് നമുക്ക് ഇനി 2 കാര്യങ്ങൾ സംസാരിക്കാവേ. ഒന്ന്, ഇതിപ്പോൾ ഈ ഏകദിന ടീമിൽ നിന്ന് പന്ത് ഗംഭീരമായി കളിക്കുന്നു എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ T20 സ്ലോട്ടിലേക്ക് പന്തിനെ പരിഗണിക്കില്ല എന്ന്? അത് ഏകദിനമാണ്, ഇത് T20 ആണ് എന്നൊക്കെ അന്ന് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പന്തൂട്ടനല്ലേ നമ്മുടെ പുന്നാര പന്തൂട്ടൻ കളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്ന് സഞ്ജു ODI കളിക്കാരനാണ്, അതുകൊണ്ട് 2020 കളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 2020 കളിക്കാരനാണ് ODI കളിക്കാൻ പറ്റില്ല എന്നുള്ള വേർതിരിവുകൾ ഈ ഋഷഭ് പന്തിനെതിരെ നടക്കുമോ? ഈ ധ്രുവ് ജുറേൽ നടക്കുമോ? നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാഴ്ചകളല്ലേ ഇതെല്ലാം. ഇതൊക്കെ ആർക്കെതിരെയാണ് നടക്കുന്നത്? ടീമിൽ ഉൾക്കൊള്ളിക്കരുത് എന്ന് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്ന പ്ലെയേഴ്സ് അവർ ഗംഭീരമായി കളിച്ചാൽ അവർ കളിക്കുന്നത് ആ ഒരു ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ്, അല്ലെങ്കിൽ T20 ഫോർമാറ്റിൽ മാത്രമാണ് എന്നുള്ള വേർതിരിവ്, ഡിസ്റ്റിങ്വിഷ്മെൻറ്റ് നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ബാധിക്കുന്നത് സഞ്ജു വിശ്വനാഥ് സാംസണെ മാത്രമാണോ എന്നുള്ളതാണ് ഇവിടെ സ്വാഭാവികമായി വരുന്ന ചോദ്യം. അതുകൊണ്ടാണ് റീസെൻറ്റ് ഫോംസ് വെച്ചിട്ട് പോലും, റീസെൻ്റായിട്ട് കളിച്ച കളികൾ വെച്ചിട്ട് പോലും ഓരോ താരങ്ങൾ ഇവിടെ അനലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായി സംസാരിച്ചുകൊണ്ട് ഇവിടെ രംഗത്തെത്തുന്നത്. പന്ത് ഇസ് നോട്ട് എ ബാഡ് പ്ലെയർ. ഒരിക്കലും ഞാൻ ഋഷഭ് പന്ത് മോശം കളിക്കാരനാണെന്ന് പറയില്ല. ഇവിടെ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഹർഷ ബോഗ്ലെ പറയുന്നത് പോലെ ഇമ്മെൻസ് ടാലൻ്റാണ്. ഇവിടെ തൊട്ട് നോക്കിയാൽ കഴിവുള്ളവരാണ്. ഇവിടെ ആരെ എടുക്കണം, ആരെ മിസ് ഔട്ട് ചെയ്യണം, ആരെ മാറ്റി നിർത്തണം എന്ന് അറിയാത്ത രീതിയിൽ അത്രമാത്രം ടാലൻ്റ് ഉള്ള ഒരു ടീമാണ് ഇന്ത്യ. അത്രമാത്രം കളിക്കാരും ഇന്ത്യൻ ടീമിലുണ്ട്. സ്വാഭാവികമായിട്ടും ഒരാളെ മിസ് ഔട്ട് ആകുമ്പോഴേക്കും എന്തുകൊണ്ട് ഇയാളെ ഇൻക്ലൂഡ് ചെയ്തില്ലാന്നുള്ള ചോദ്യം വരും. പക്ഷേ ആ ചോദ്യം വരേണ്ടത് ഒഴിവാക്കാൻ കഴിയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കോച്ചിനോ ക്യാപ്റ്റനോ പ്രസ് മീറ്റിൽ വന്ന് കൃത്യമായി പറയാം, ഇന്നയാളെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ റീസെൻറ്റ് പെർഫോമൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരാൾക്കും വാതുറക്കാൻ സാധിക്കില്ല. റീസെൻറ്റ് പെർഫോമൻസ് എന്താണ്? മൊമെൻറ്റമാണ്. മൊമെൻറ്റം എന്താണ്? ഫോമാണ്. ആ ഫോം മൊമെൻറ്റത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ നാട്ടിലെ ഏത് സ്ഥലത്ത് പോയാലും ആ പ്ലെയർ ഇഫ് ഹീസ് ഐ ഓൺ കോൺഫിഡൻസ് അയാൾക്ക് ഗംഭീരമായി കളിക്കാൻ സാധിക്കും, അയാൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ കോൺഫിഡൻസ് അല്ല, അയാളുടെ റീസെൻറ്റ് പെർഫോമൻസ് മോശമാണെങ്കിൽ വൈ ഡു യു നീഡ് ടു ഇൻഡ്യൂസ് എ പ്ലെയർ ഇൻ ടു ദ ടീം? എന്തിനാണത്? അത്രയ്ക്ക് ടാലൻറ്റ്സ് ഇല്ലാത്ത ടീമാണോ ഇന്ത്യ? അല്ല. ഇത് സ്വാർത്ഥ താല്പര്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇത് സംസാരിക്കുന്നത്, ഇതൊരു മലയാളി സംസാരിക്കുന്നത് കൊണ്ട് സഞ്ജുവിന് അവസരം കിട്ടിയേ മതിയാകൂ എന്നല്ല ഞാൻ പറയുന്നത്. ഇതിനകത്തൊരു മലയാളി വികാരം നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യവുമില്ല. ഇത് മലയാളി ആയതുകൊണ്ട് സഞ്ജുവിനെ കൊണ്ടുപോവാ, ടീമിലിടുക എന്ന് പറയുന്നതുമല്ല. ഇത് സ്വാഭാവികമായിട്ടും കളിയെ ഫോക്കസ് ചെയ്യുകയും കളി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളത് അനലൈസ് ചെയ്യുമ്പോഴും ഉയർത്തുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് എൻ്റെ കമൻ്റ് അല്ല, ഇത് പുറത്തു നിന്ന് ടോപ്പിൽ നിന്ന് വന്നൊരു കമൻ്റ് ആണ് എന്നുള്ളതൊരു കാര്യം കൂടി പറയുന്നത്. വൈ ഇസ് റാണ ഓൾവേസ് ഇൻ? വൈ ഇസ് ഹർഷത് റാണ ഓൾവേസ് ഇൻ ദ സൈഡ്? എന്തുകൊണ്ടാണ് ഹർഷത് റാണ നിങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൗതം ഗംഭീറിൻ്റെ കൈകൾ ഇതിലില്ല എന്നുള്ളത്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒരു കൈയുമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹർഷത് റാണ ഇസ് പ്യോർലി ഇൻ ബിക്കോസ് ഓഫ് ഹിസ് ടാലൻറ്റ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ കമൻറ്റിൽ പറ. ഹർഷത് റാണ ടീമിൽ നിൽക്കുന്നത് കഴിവ് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ എന്തിനാണ് ഹർഷത് റാണയുടെ കഴിവിനെ ചോദ്യം ചെയ്തതെന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അങ്ങനെയാണെങ്കിൽ കഴിവുള്ള എല്ലാവരും ഇവിടെ അല്ലേ? എന്തുകൊണ്ടാണ് ഹർഷത് റാണയ്ക്ക് മാത്രം ഇത്രയധികം അവസരങ്ങൾ കിട്ടുന്നത്? ഇത്രമാത്രം അയാൾ ഫോമിലായിട്ട് ഉയർന്നില്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് അയാൾക്ക് ഇത്രയും അധികം അവസരങ്ങൾ കിട്ടുന്നത്? അതുകൊണ്ട് നിങ്ങൾ കഴിവ് കൊണ്ട് മാത്രമാണ് ഇതിനകത്ത് ടീമിനകത്ത് ഇടം പിടിപ്പിക്കുന്നതെന്നൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ വന്ന് പറയരുത്. ചോദ്യങ്ങൾ ഓരോന്നായി ചോദിക്കും, ഓരോ കളിക്കാർക്ക് ഉൾപ്പെടെ ചോദിക്കും. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഇവിടെ വന്ന്
പറയേണ്ട കാര്യമൊന്നുമില്ല. ധ്രുവ് ജുറേൽ എല്ലാ ഫോർമാറ്റിലും വരുന്നുണ്ട്. വൈ ധ്രുവ് ജുറേൽ? ധ്രുവ് ജുറേൽ എന്തിനാണ് എല്ലാ ഫോർമാറ്റിലും നിർത്തി കളിപ്പിക്കുന്നത്? എന്താവശ്യത്തിനാണ്? ഈ ചോദ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയും തന്നെ ചെയ്യും. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇന്ത്യൻ ടീം ആസ് എ സ്ക്വാഡ് അത്രമാത്രം ടാലൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആരെയോ വെച്ച് കളിപ്പിക്കുന്നു പറഞ്ഞേനെ. പക്ഷേ കഴിവുള്ളവർക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ അത് ചോദിക്കേണ്ടത് അതിൻ്റേതായ മര്യാദയോടുകൂടി തന്നെ ചോദിക്കും. അത് എതിർക്കേണ്ടവർക്ക് എതിർക്കാം, സംസാരിക്കാൻ പറ്റാത്തവർക്ക് സംസാരിക്കാൻ പറ്റാതെ ഇരിക്കാം. പക്ഷേ ഈ ODI സ്ക്വാഡിൽ റിസർവ് കീപ്പറായിട്ട് പോലും സഞ്ജു സാംസൺ ഇടം കിട്ടാത്തത് അത്യന്തം ദുഃഖകരം തന്നെയാണ്. അതിൽ വാക്കുകൾ കൊണ്ട് പറയാനാവില്ല.